പാർട്ടിയോട് ഉടക്ക് തുടർന്ന് മുതിർന്ന CPM നേതാവ് EP ജയരാജൻ. ഇന്നത്തെ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലും വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന പാർട്ടിയുടെ യെച്ചൂരി അനുസ്മരണത്തിലും EP ജയരാജൻ പങ്കെടുക്കില്ല. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം ഇത് ആദ്യമായല്ല EP പാർട്ടി പരിപാടിയോട് മുഖം തിരിക്കുന്നത്. നേരത്തെ കണ്ണൂരിൽ ചടയൻ ഗോവിന്ദൻ ദിനാചരണത്തിലും അഴീക്കോടൻ രാഘവൻ അനുസ്മരണ ചടങ്ങിലും പങ്കെടുത്തിരുന്നില്ല. മുൻ സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദന്റെ ഓർമ്മദിനത്തിലെ പുഷ്പാർച്ചനയിൽ PB അംഗം A വിജയരാഘവനൊപ്പം EPയും പങ്കെടുക്കുമെന്നായിരുന്നു CPM ജില്ലാ കമ്മിറ്റിയുടെ അറിയിപ്പ്. എന്നാൽ EP ചടങ്ങിന് എത്തിയിരുന്നില്ല. അതൃപ്തിയില്ലെന്നും ചികിത്സയില്ലെന്നുമാണ് EP വിട്ടുനിൽക്കുന്നതിനെ കുറിച്ചുള്ള MV ജയരാജൻ പ്രതികരിച്ചത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി EP ജയരാജൻ ഇപ്പോഴും തുടരുന്നുവെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ട വിഷയത്തിലാണ് EPക്ക് LDF കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടത്. PB തീരുമാനമെന്ന നിലയിൽ MV ഗോവിന്ദൻ പറയും വരെ പാർട്ടി നടപടി വരുന്ന കാര്യം EPയും അറിഞ്ഞിരുന്നില്ല. കാര്യങ്ങളെല്ലാം മുൻപ് വിശദീകരിച്ച് കഴിഞ്ഞതാണല്ലോ എന്ന് ക്ഷോഭിച്ച EPയെ അനുനയിപ്പിക്കാൻ പോലും ആരും ശ്രമിച്ചതുമില്ല. അതുവരെ മൗനം പാലിച്ച മുഖ്യമന്ത്രി യോഗത്തിൽ നിന്നിറങ്ങിയ EPയോട് കാണാം, സംസാരിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടും നടപടിക്കാര്യം അറിയിക്കുന്നതിൽ നേതൃത്വം മാന്യത കാട്ടിയില്ലെന്ന പരാതി EPക്കുമുണ്ടെന്ന് വ്യക്തമാവുന്നതാണ് നിലവിലെ പാർട്ടി പരിപാടികളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ. കണ്ണൂർ രാഷ്ട്രീയത്തിലെ കലങ്ങി മറിച്ചിലുകൾക്കിടക്ക് EP ജയരാജനെതിരെ റിസോർട്ട് വിവാദം ആളിക്കത്തിച്ചത് P ജയരാജനായിരുന്നു. 2022 വൈദേകം ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ EPക്ക് വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടെന്നും അനധികൃത സ്വത്ത് സമ്പാദനവും അടക്കം ഗുരുതര ആക്ഷേപങ്ങൾ പാർട്ടിക്ക് മുന്നിലെത്തിയത്. സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച ആക്ഷേപം എഴുതി നൽകാനായിരുന്നു P ജയരാജനോട് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP നീക്കിയ കാര്യം സംസ്ഥാന സമിതിയിൽ MV ഗോവിന്ദൻ അറിയിച്ചതിന് പിന്നാലെ തന്റെ പരാതിയിൽ എന്ത് നടപടിയെടുത്തെന്ന് P ജയരാജൻ ചോദിച്ചിരുന്നു. അതിപ്പോൾ പരിഗണിച്ചിട്ടില്ലെന്നായിരുന്നു MV ഗോവിന്ദൻ നൽകിയ മറുപടി. മാത്രമല്ല EPയെ പുറത്താക്കിയതിന് കാരണം ചോദിച്ച സംസ്ഥാന സമിതി അംഗങ്ങൾക്കും കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ, പൂവേ പൊലി, പൂവേ പൊലിയേ. ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ്, കോടിയുടുത്ത് ഓണം. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ.